വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഈ മെയ് മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് മെയ് മാസത്തിൻ്റെ പ്രത്യേകത? മാതാവിൻ്റെ മാസം. മെയ് മാസ റാണി പൂക്കുന്ന കാലമാണ് മെയ് മാസം എന്ന് പറയും. എന്താണ് മെയ് മാസ റാണി? എന്താണ് മെയ് മാസ റാണി? അതുവരെയും കാണാത്ത സാധനമാണ് അല്ലേ? ആദ്യത്തെ 1-2 മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു തുടങ്ങും? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെടി അല്ല ലില്ലിച്ചെടി പുറത്തേക്ക് വരും. എങ്ങനെ പുറത്തേക്ക് വരുന്നത്? ഒരു കോല് അല്ലേ? ഒരു കോല്, ചെറിയ ഒരു മുട്ടാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. പിന്നെ വിരിയുമ്പോൾ ഉണ്ടയായിട്ടുള്ള ഒരു പൂവ് അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത് മെയ് മാസ റാണി. അപ്പം മെയ് എന്ന് പറയുന്നത് മാതാവിന് വേണ്ടി 9-ാം പീയൂസ് മാർപ്പാപ്പയാണെന്ന് തോന്നുന്നു, മാതാവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. ഓരോ മാസം ചില മാസങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രത്യേകമായ വണക്കത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം മാതാവിന് വേണ്ടി. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു അനുഭവം, മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് വിൻസെൻ്റ് ഫെറർ എന്ന് പറയുന്ന പുണ്യവാൻ, അത് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട പുണ്യവാനാണ് വിൻസെൻ്റ് ഫെറർ. അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിക്കുകയും മരിച്ച പോയിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയും വഴക്കുകൾ തീർക്കുകയൊക്കെ ചെയ്ത പുണ്യവാനായിട്ടാണ് ഈ പുണ്യവാൻ അറിയപ്പെടുക. ഈ പുണ്യവാൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ചില യൂറോപ്യൻ രാജ്യങ്ങളുള്ളതുകൊണ്ട് ഇന്നും അവിടെ പാമ്പ് അല്ലെങ്കിൽ തേള്, കൊതുക്, പഴുതാര ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനങ്ങളൊന്നും ആ നാട്ടുകളിൽ ഇല്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം വളരെ പരിശുദ്ധിയും വിശുദ്ധ പ്രഭയുള്ള പുണ്യവാനായിട്ടാണ് വിൻസെൻ്റ് ഫെറർ എന്നുള്ള പുണ്യവാനെ പറയുന്നത്. അപ്പോൾ വിൻസെൻ്റ് ഫെറർ എന്ന് പറയുന്ന പുണ്യവാൻ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു കഠിന പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്ത് കൂട്ടി അതിൽ പശ്ചാത്താപമില്ലാത്ത മനുഷ്യനെന്ന് ഗ്രഹിക്കണം. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് മനസ്താപമില്ലാത്ത ഒരു കഠിന ഹൃദയനായിട്ടുള്ള വ്യക്തി അവിടെ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിവില്ല. എന്താ പറയണത്? ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യേശുവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു വെല്ലുവിളിയാണ് അത്. വിൻസെൻ്റ് ഫെറർ എന്ന പുണ്യവാൻ കേൾക്കെ വിളിച്ചു പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് വിൻസെൻ്റ് ഫെറർ പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കും. എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കും. തുടർന്ന് അദ്ദേഹം തൻ്റെ കേട്ടിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല ചൊല്ലാം. എന്താ പറഞ്ഞത്? നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല ചൊല്ലാം. ജനം ജപമാല കരങ്ങളിലെടുത്തു അവർ ഒന്നു ചേർന്ന് വിശ്വാസ പ്രമാണം ആർത്തു ചൊല്ലി തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ജപമാല രഹസ്യങ്ങളും ചൊല്ലി കാഴ്ചവെച്ചു. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവ്, ഇത് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയേശുവിൻ്റെ കരങ്ങളിലേന്തി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. അമ്മയുടെ കരങ്ങളിലിരുന്ന് ഉണ്ണീശോ കരയുന്നുണ്ടായിരുന്നു. അത് കണ്ട മാത്രയിൽ ആ കഠിന ഭാവി നിലത്ത് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയെയും ഉണ്ണിയെയും നിലം പറ്റി താണു കുമ്പിട്ടു. തുടർന്ന് അദ്ദേഹം നിലവിളിക്കുകയും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് സഭയിലേക്ക് തിരികെ വരികയും ചെയ്തു. എന്താ ഉണ്ടായത്? അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഈ പുണ്യവാനോട് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധരാജ്ഞി ഉണ്ണിയേശുവിനോട് കൂടെ ആ സമൂഹത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? കഠിനഭാവി
നിലത്ത് മുട്ടുകുത്തി അമ്മയെയും ഉണ്ണിയും നമസ്കരിച്ച് അവൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവൻ സഭയിലേക്ക് തിരികെ വന്നു. അപ്പോൾ ഇതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ്. ആ കഠിന പാപി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ്. എന്താണ് അവൻ പറഞ്ഞത്? ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചാൽ യേശുവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സത്യമാണ്. പക്ഷേ അവിടെ ഇടപെടാനായിട്ട് അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കൈ നീട്ടാൻ ഒരുത്തനുണ്ടെങ്കിൽ അവനെ തന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ മുമ്പിരിക്കുന്ന സംഭവം അതാണ്. അതായത് ആ മനുഷ്യന് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവനൊരിക്കലും നശിക്കാനായിട്ട് പരിശുദ്ധ അമ്മ അനുവദിക്കുകയില്ല. ഇത് വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ മെയ് മാസം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനുള്ള, മധ്യസ്ഥ ശക്തിയുടെ പ്രാർത്ഥിക്കാനുള്ള അവസരമായിട്ടാണ് തിരുസഭ പറയുക. അതുപോലെ തന്നെ 9-ാം പീയൂസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്ന ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കഥയും കൂടി പറയാം. 9-ാം പീയൂസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ആഗോള കത്തോലിക്ക സഭയെ മുഴുവനും നയിക്കുകയും പഠിപ്പിക്കുകയും ഭരിക്കുകയും വിശദീകരിക്കുകയും കാണപ്പെടാത്ത ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണപ്പെടുന്ന സഭയുടെ തലവനും കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തോടുകൂടെ സഭയെ നയിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? മാർപ്പാപ്പ. അപ്പോൾ ഈ 9-ാം പീയൂസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം വലിയ മരിയ ഭക്തനായിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം വലിയ മരിയ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനോട് നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ആ ബാലൻ ആഗ്രഹിച്ചു, കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചു വൈദികനാകണമെന്ന്. അങ്ങനെ വൈദികനാകാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേർന്നു. സെമിനാരി പരിശീലനകാലത്ത് അദ്ദേഹത്തിന് കഠിനമായ ചുഴലി ദീനം വന്നു. ചുഴലി എന്ന് പറഞ്ഞാൽ അപസ്മാരം. നല്ല കഥയായില്ലേ? ഭ്രാന്ത്, അപസ്മാരം, തൂങ്ങി മരിക്കുക, പിന്നെന്തൊക്കെയാണ് അനങ്ങിട്ടിട്ട് പോകുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമികൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആളെ സെമിനാരിലേക്ക് എടുക്കില്ല. ഈ കുട്ടി സെമിനാരിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് എന്ത് വരുന്നത്? ഈ പ്രശ്നം. അപ്പോൾ ആദ്യം കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, മരുന്ന് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇത് ഈ കുട്ടിയുടെ അസുഖമാണ്, നീ വല്ലതും പറയണ്ട. പഴയ കാലത്തായതുകൊണ്ട് പഴയ കാലത്ത് അതിനുള്ള മരുന്നുകളൊന്നും ഇല്ല. ഇന്ന് അതിന് മരുന്നുണ്ട്, മുടങ്ങാതെ 10 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മരുന്നൊന്നും ഇല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് കൈവിട്ട സ്ഥിതിക്ക് അടുത്തതിന് കൈവിടാൻ പോണത് സെമിനാരിക്കാരാണ്. പറഞ്ഞു, അയ്യോ മോനെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് മോൻ എന്ത് ചെയ്തോ, വീട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ കുട്ടി സെമിനാരി ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നിറമിഴികളായിട്ട് സെമിനാരി വിട്ടിറങ്ങുമ്പോൾ ഡോക്ടറച്ചൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഹൗസിൻ്റെ ഡയറക്ടറച്ചനായിരിക്കുന്ന ആൾ ഡോക്ടറച്ചൻ എന്നാണ് ഞങ്ങൾ പറയുക. ഡോക്ടറച്ചൻ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവഹിതം ഇതായിരിക്കാം. അങ്ങനെ പറയാം ഞങ്ങൾ, ദൈവഹിതം ഇതായിരിക്കാം. അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം ചെയ്യേ, മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക, വല്ല അത്ഭുതവും സംഭവിച്ചു കൂടുന്നില്ല. എന്താ പറയുന്നത്? മോൻ മാതാവിനോട് പ്രാർത്ഥിച്ചോ, വല്ല അത്ഭുതവും സംഭവിച്ചു കൂടുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിന് ഈ രോഗത്തെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഡോക്ടറച്ചനുണ്ട്. അങ്ങനെ വലിയ ദുഃഖത്തോടെ ഈ കുട്ടി സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തി. രോഗത്താലും ദുഃഖത്താലും വിഷമിച്ചിരിക്കുമ്പോൾ പോരാ നേരം
ഡോക്ടറച്ഛൻ അവനോട് പറഞ്ഞ വാക്ക് അവൻ്റെ മനസ്സിലേക്ക് തള്ളി കയറി വന്നു. അങ്ങനെയാണല്ലോ, ഒരു കച്ചിത്തിരിപ്പ് കിട്ടുമ്പോൾ, അതായത് വലിയ ദുഃഖവും കണ്ണുനീരും അടിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ ആ കാര്യമാണ് എപ്പോഴും എവിടെ വരിക, നമ്മുടെ മനസ്സിൽ കടന്നു വരിക. പെട്ടെന്ന് ആ മനസ്സിൽ കടന്നു വന്നു, നീ അമ്മയുടെ മാധ്യസ്ഥം തേട്. അങ്ങനെയാണ് ചിന്തിച്ചത്. എന്താണ്? നീ അമ്മയുടെ മാധ്യസ്ഥം തേട്. എല്ലാ ദിവസവും ആ കുട്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊന്ത ചൊല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ കറണ്ട് അടിക്കുന്നൊരു അനുഭവം ഉണ്ടായി. അന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ വലിയ അത്ഭുതമാണ് നടന്നത്. രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജപമാല ചൊല്ല, ഇത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ. ചുള്ളി നേരത്തെ രക്ഷപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഒരുത്തനോട് അവൻ വളരെ കഷ്ടതയിൽ സങ്കടത്തിലൂടെയാണ് വരുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അന്ന് വിമലഗിരി മാതാവിൻ്റെ പള്ളിയിലാണ്, നമ്മുടെ മുതുകുറിശി വിമലഗിരി മാതാവിൻ്റെ പള്ളിയിലെ വികാരി അച്ഛനാണ് ഈ ഉള്ളവൻ. അപ്പോൾ അവിടെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, എല്ലാ ശനിയാഴ്ചയും കാലത്ത് കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥന എന്താണ്? നല്ല ജപമാലയാണ്. ഈ കൊട്ടക്കണക്കിന് പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല, അഥവാ അതൊന്നും ഞാൻ നോക്കാറില്ല. ആകെപ്പാട് സ്മൂത്തായിട്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്ന പ്രാർത്ഥന എന്താണെന്ന് ജപമാലയാണ്. അപ്പോൾ ജപമാല ഇരുന്ന് ഞങ്ങൾ ചൊല്ലും. അപ്പോൾ ഞങ്ങളൊരു 5-8 പേരുണ്ട്, ചേട്ടന്മാരുണ്ട്, 2-3 ചേച്ചിമാരുണ്ട്, മഠത്തിലെ ഒരു സിസ്റ്ററുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷെ ആ പ്രാർത്ഥന ഇരിപ്പ് ഞങ്ങൾ 3:30 മണി വരെ ഇരിക്കുമായിരുന്നു. 3:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുർബാന അടക്കും. അത് കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പോൾ ഞാൻ വികാരിയായിരിക്കുന്ന സ്ഥലം പൊമ്പ്രയിലേക്കോ അല്ലെങ്കിൽ അരപ്പാറയിലേക്കോ പോകണം. കാരണം അവിടെ ഇരിക്കുന്ന വികാരിച്ചൻ KCOM ഡയറക്ടറും മറ്റും മറിച്ചതൊക്കെ ആയിട്ട് തലയ്ക്ക് ഒരുപാട് ഭാരം ഏറ്റെടുത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിന് കുർബാന ചെല്ലാനായിട്ട് അവിടെ ചെല്ലാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ജോണെ, ഒരു ഓട്ടോറിക്ഷ വരും, നിനക്ക് വൈകിട്ട് കുർബാന ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഓട്ടോറിക്ഷയിൽ കയറുക, നിന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും, നീ ഒരു കുർബാന ചൊല്ലിയിട്ട് പോകുന്നൂടെ. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുഞ്ഞ് അനുജൻ സെമിനാരിയിൽ, എനിക്ക് തോന്നുന്നു അവൻ ഫിലോസഫി കഴിഞ്ഞ കുട്ടിയായിരിക്കണം, എൻ്റെ ഇടവക്കാരനാണ്. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ ശക്തമായി നമുക്കറിയാമല്ലോ, ഞങ്ങൾ 5-8 പേരുള്ളപ്പോൾ ഉള്ള ശക്തി അറിയാമല്ലോ, എത്ര ശക്തി ഉണ്ടാവുള്ളൂ അറിയാമല്ലോ. എങ്കിലും ഞങ്ങളിങ്ങനെ ഹല്ലേലൂയ സ്തുതിയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കും. ആ സമയത്ത് അവനും അവൻ്റെ അപ്പനും കൂടി വന്നു. അപ്പോൾ ഞങ്ങളെ ചേട്ടനെ ഞങ്ങൾ തൊപ്പിച്ചേട്ടൻ എന്നൊക്കെ വിളിക്കും, തെങ്ങും തോട്ടത്തിലെന്നാണ് പറയുക. ആ ചേട്ടൻ്റെ മകനാണ് വന്നത്. അങ്ങനെ വന്നു. അവന് വളരെ വിഷമത്തോടെയാണ് അവൻ വരുന്നത്. പക്ഷെ അവൻ എന്താണ് വിഷമെന്നോ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നോ ഒന്നും അറിയുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി. കാരണം വല്ലപ്പോഴും ഒരു കാലത്ത് ആ കുട്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉള്ള സെമിനാരിയിൽ നിന്നാണ് അവൻ വരുന്നത്, ലാറ്റിൻ സെമിനാരിയിൽ നിന്നാണ് വരുന്നത്. അവൻ വേറെ എവിടെയായിരുന്നു, അപ്പോൾ കുഞ്ഞു വന്ന. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് തീരെ വയ്യ, അസ്വസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ കൈവെപ്പ് ശുശ്രൂഷ കൈതലയ്ക്ക് കൈവച്ചു. ഞാൻ അവന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്ത് അസ്വസ്ഥയാണ്, രോഗമാണെങ്കിലും മാറ്റി കൊടുക്കണമേ കർത്താവ്. അപ്പോൾ അവസരമായിരുന്നു വന്നിട്ട് 2 ദിവസം വന്നിട്ട് അവൻ പോവുകയാണല്ലോ. അപ്പോൾ അവന് അസ്വസ്ഥകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എണ്ണി പറക്കി ചോദിക്കാനും പോയിട്ടില്ല, ഞാൻ പറയാനും നിന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അവൻ്റെ കാര്യങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോൻ പൊക്കോ, ഇനി ഇവിടെ ഊണൊന്നുമില്ലല്ലോ, മോൻ ഊണഴിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞ് ആ കുട്ടി ഊണഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയണത്, അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സും അടുത്ത് ഞാൻ രോഗാവസ്ഥയിലായിരുന്നിട്ട് ഇനി തിരിച്ചു പോകുന്നത് എങ്ങനെ എന്ന് വിചാരിച്ച് കരഞ്ഞിട്ടാണ്, ഞാൻ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. അച്ഛൻ ഒന്നും ചോദിച്ചില്ല, തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മോൻ ചോറിനാൻ പൊക്കോന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അസുഖം എല്ലാം അവിടെ വെച്ച് മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയൊരു അനുഭവമാണ്. ഇത് കഴിഞ്ഞ് വൈദിക വർഷം പ്രമാണിച്ച് വൈദിക വർഷമായിരുന്നു ഒരു വർഷം. അങ്ങനെ ആ സമയത്ത് റോമിൽ നിന്ന് ഒരുത്തൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവനും ഇപ്പോഴും അച്ഛനായിട്ടില്ല, ഇയാളും അച്ഛനായി കഴിഞ്ഞു, 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞു.
ഈ കുട്ടിയുടെ വന്നിട്ട് ഇതേപോലെ പറഞ്ഞു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവൻ്റെ കുമ്പസാരക്കാരനായിരുന്നു ഞാൻ. ഇതേപോലെ തന്നെ അവൻ്റെ തലയിലും ഞാൻ പറഞ്ഞു, മുട്ടുകുത്തറ അവിടെ മാതാവിൻ്റെ മുമ്പിൽ, മുത്തുകുലശ്ശേരി മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തറ എന്ന് പറഞ്ഞു. അവനെ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അമ്മയുടെ മുമ്പിൽ ഞാൻ കൈവച്ച് ഞാൻ അവന് 2 മിനിറ്റ് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെ പള്ളിയിൽ കയറ് കൊണ്ടുള്ള ചെറിയ മാറ്റ് നിരത്തിയിട്ടിട്ടുണ്ട്. മുതുകുരിശി പള്ളിയിൽ ചെറിയ കയറിൻ്റെ മാറ്റ് ഇട്ടിട്ടുണ്ട്. ആ മാറ്റം മുട്ടുകുത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചെരുപ്പില്ല, അവനും ചെരുപ്പില്ല, മുട്ടു നിൽക്കണം. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 3 മിനിറ്റ് പ്രാർത്ഥിച്ച് കാണും. ഉടനെ അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ മേലെ കരണ്ടടിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ മേലെ കരണ്ടടിക്കുന്ന അനുഭവം. ഞാൻ പറഞ്ഞു, എനിക്ക് കരണ്ടടിക്കണമെന്നില്ല, എനിക്ക് കരണ്ടൊന്നും അടിക്കുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കരണ്ടടിക്കുന്നതിൻ്റെ മേലെ അങ്ങനത്തെ അനുഭവം എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ അവനോട് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിച്ച കാര്യമൊക്കെ ദൈവമാതാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഒക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ കരണ്ടടിക്കുന്ന അനുഭവം, അത് എനിക്ക് കരണ്ടടിക്കുന്ന അനുഭവം അധികം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കൈവച്ച ആൾക്ക് ചിലപ്പോഴൊക്കെ കരണ്ടടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. ഞാനിതൊന്നും പറയാറില്ല. സാധാരണഗതിയിൽ ഞാൻ തിയോളജി വേദഭാശാസ്ത്രമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഇങ്ങനെയുള്ളതൊന്നും പറയാറില്ല. ഈ ദിവസങ്ങളിൽ എൻ്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ടും ഇന്ന് അമ്മ മരിച്ച 7-ാം ദിവസമാണ്. അപ്പോൾ ഇനി തിയോളജി ഒന്നും ഞാൻ നോക്കിയില്ല, വായിച്ചില്ല. അതുകൊണ്ട് തിയോളജി പറഞ്ഞായിട്ട് ഇനി ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങളോട് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നടന്നതാണ്. ഇതിൽ കള്ളത്തരമില്ല, നുണയില്ല. നിങ്ങൾ വിചാരിക്കരുത് ധ്യാനം പ്രസംഗിക്കാൻ പോകുന്ന അച്ഛന്മാർക്ക് പകുതി നുണ പറയാമെന്ന്. നിങ്ങൾ ചിന്തിക്കരുത്. ഇങ്ങനെ നുണ പറയാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം. ഞാൻ അധികമാരോടും പറയാത്തത് ഇപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് പ്രേരണ തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഞാനത് പറയില്ല. ഇത് സംഭവിച്ചതാണ്. ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, കരടിച്ച് മരിച്ചിട്ടില്ല. ആളിന്നും റോമിലുണ്ട്. ആൾ വൈദികനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരുമെന്ന് വിശ്വസിച്ചു കൊള്ളുക എന്നാണ് ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അവനോട്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവം, ഈ 9-ാം പീയൂസ് മാർപ്പാപ്പയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കരണ്ടടിക്കുന്ന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞത് ഇന്നും മനസ്സിലാണ്, നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് എന്നിട്ട് ഡോക്ടർമാർ 9-ാം പീയൂസ് പാപ്പയോട് പറഞ്ഞു, രോഗമില്ല എന്ന ഡോക്ടറിൽ നിന്ന് സാക്ഷ്യപത്രവുമായി അവൻ വീണ്ടും സെമിനാരിയിലെത്തി. എന്നാലോചിച്ച് നോക്കി, ചുള്ളിജനം പിടിച്ചവർക്ക് ഡോക്ടർ മാറിയെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്ന കാര്യം കഷ്ടിയാണ്. പക്ഷെ ഡോക്ടർ എഴുതി കൊടുത്തു, ഈ കുട്ടിയുടെ രോഗം മാറി. വീണ്ടും അവൻ്റെ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടി, പഠിച്ചു, വൈദികനായി, മെത്രാനായി, കർദിനാളായി. അതേ തുടർന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിൽ അവൻ അവരോഹിതനായി. 9-ാം പീയൂസ് മാർപ്പാപ്പയാണ്. ഈ മാർപ്പാപ്പയാണ് ദൈവമാതാവിൻ്റെ അമലോത്ഭവം സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതാണ് പ്രത്യേകത. മാതാവിൻ്റെ അമലോത്ഭവ സത്യമായിട്ട് പ്രഖ്യാപിച്ച 9-ാം പീയൂസ് മാർപ്പാപ്പ ചുള്ളിദിനം പിടിച്ച് സെമിനാരിക്കാർ പറഞ്ഞു വിട്ടതാണ് രക്തച്ചൻ. പോണ വഴിക്ക് രക്തച്ചൻ്റെ മനസ്സാവും തോന്നി, ഈ കുട്ടി കരഞ്ഞു പോകണുണ്ടപ്പോൾ. ഞാനും കണ്ടിട്ടുണ്ട് സെമിനാരിൽ നിന്ന് കുറച്ച് പേരെങ്കിലും കരഞ്ഞ് പോകുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ, ഞാൻ ചെന്ന കൊല്ലത്തിൽ ഒരു കുട്ടിക്ക് മലയാളം അറിയാതെ, അതാണ് എൻ്റെ സങ്കടം, മലയാളം അറിയാത്ത, ബാക്കി എല്ലാം ഹീസ് എ ഗുഡ് പെർഫെക്റ്റ്, ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ആ കുട്ടിക്ക് മലയാളം അറിയാത്ത കാരണം കൊണ്ട് മലയാള പരീക്ഷയിൽ തോറ്റു. PDC, അന്ന് PDC ആണ്. അന്നത്തെ നിയമം അനുസരിച്ച് PDC തോറ്റാൽ പിന്നെ സെമിനാരിൽ നിൽക്കാനായിട്ട് പറ്റില്ല. കരഞ്ഞ് കാല് പിടിക്കുന്ന രംഗം ഇപ്പോഴും അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് നിൽക്കാൻ വയ്യ, പക്ഷേ അന്നത്തെ നിയമാവലി അനുസരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. പിറ്റത്തെ കൊല്ലം ഞങ്ങൾ പറഞ്ഞു അത് മാറ്റണം, ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് വേറെ കഥ, പോട്ടെ. അപ്പോൾ സെമിനാരിൽ നിന്ന് കരഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ അവരോട് പറയും അവരുടെ ജീവിതാന്തസ്സ്, പക്ഷേ അതായിരിക്കില്ല മക്കളെ. നിങ്ങളുടെ അന്തസ്സ് വൈദിക അന്തസ്സാണെങ്കിൽ അത് നിങ്ങളവിടേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നോടും ഇതേപോലെ തന്നെ
എൻ്റെ CMI മരിച്ചുപോയ തരകനച്ചൻ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുക. ബ്രദർ ഈ കാര്യങ്ങളെല്ലാം രക്തച്ചനെ അറിയിച്ചിട്ട് രക്തച്ചൻ ബ്രദറോട് പൊക്കോളാൻ പറഞ്ഞാൽ പെട്ടിയെടുത്ത് പൊക്കോ. നന്നായില്ലേ കഥ? നന്നായില്ലേ കഥ? ബാക്കി കാര്യം ഈശോ മിശിഹ ബ്രദറിന് വേണ്ടി ചെയ്തു തരുന്നു. ഞാൻ അതേപോലെ തന്നെ വിശ്വസിച്ചു. 7 മണിയായപ്പോൾ ഞാൻ രക്തച്ചൻ്റെ മുറി ചെന്നു. കൊട്ടി എന്താണ് ജോണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്, ഇതൊക്കെ രക്തച്ചനോട് പറയാൻ പറഞ്ഞു. എന്നിട്ട് രക്തച്ചൻ പറയുകയാണ് പെട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ നീ പൊക്കോളാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഈ പറഞ്ഞത് ഇനി നാളെ വിളിച്ചാൽ മാറ്റി പറയുമെന്ന് വെച്ചു. ഒന്നും മാറ്റി പറയില്ല, ഇതെല്ലാം സംഭവിച്ചതാണ് എൻ്റെ രക്തച്ച എന്ന് പറഞ്ഞു. രക്തച്ചൻ പറഞ്ഞു ജോൺ മോളിലേക്ക് പൊക്കോ, സ്റ്റഡി ഹാളിലേക്ക് പൊക്കോ എന്ന്. കിടി ഇന്നൊരു മണിയടിയുടെ ഒച്ചയും കേട്ടു. എന്നിട്ട് പറഞ്ഞു വിളിക്കുകയല്ല സെക്കൻഡ് ഇയേഴ്സിനെയും തേർഡ് ഇയേഴ്സിനെയും ഡേയും, എനിക്ക് വയ്യ പിന്നത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ദൈവമാതാവിനോടുള്ള ആ വലിയ പ്രത്യാശയോട് കൂടിയുള്ള അപേക്ഷ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഉറക്കം തൂങ്ങി കാവടി ആടിയിട്ടും ഒക്കെയാണ് ചിലപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചെലുത്തുന്നത്. അത് ഈ അടുത്തിടെ പരിശുദ്ധപിതാവിൻ്റെ ഒരു ബ്ലോഗ്, ഈ ബ്ലോഗ് എന്ന് എന്താ പറയുക, ഈ നമ്മുടെ ഫോണിൻ്റെ യൂട്യൂബിൽ വന്നു. അത് എനിക്ക് തമാശ തോന്നി. ആ തമാശ നിങ്ങളോട് പറയാം. പരിശുദ്ധ പറയാണ് നിങ്ങൾ വെറുതെ ബ്ലാ 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 തത്ത പറയുന്ന പോലെ പറയുന്നതല്ല പ്രാർത്ഥന. പരിശുദ്ധപിതാവ് ശരിക്കും വഴക്കായിട്ട് പ്രാർത്ഥന വിളിച്ചുകൊണ്ട് പറയാണ് വെറുതെ വെറുതെ ബ്ലാ 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 എന്ന് പറയുന്നതല്ല, തത്ത പറയുന്ന പോലെ പറയുന്നതല്ല പ്രാർത്ഥന. മറിച്ച് എവിടെ നിന്ന് വരണം? ഹൃദയത്തിൽ നിന്ന് വരണം. ശരിക്കും അതൊന്നുണ്ട്. നിങ്ങളൊന്ന് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഫ്രാൻസിസ് പാപ്പ യൂട്യൂബിലൂടെ സംസാരിക്കുന്നതാണ്. എന്ത് ഈ വെറുതെ തത്ത പറയുന്ന പോലെ പറയുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ജപമാല തീരെ കൊള്ളരാത്ത പ്രാർത്ഥനയാണ് നിങ്ങൾ കരുതരുത്. ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല. പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം കൂടി പറയാം. ആളെ ഞാൻ പറയാൻ പാടില്ല. ആളെ പറഞ്ഞാൽ നിങ്ങളെ കൂടി എന്നെ തല്ലാൻ വരും. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ചോദിച്ചതാണ് നീ ആരോട് നീ ആരാണ് എന്നോട് ഇത് പറയുന്നത് ചോദിച്ചുകൊള്ളുക. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ചോദിച്ചു ആരാണ് എന്നോട് സംസാരിക്കുന്നത്. അവൻ പറഞ്ഞു ഞാൻ ദുഷ്ടാരൂപിയാണ്, ഞാൻ ദുഷ്ടാരൂപിയാണ്. ദുഷ്ടാരൂപിക്ക് ഇവിടെ എന്ത് കാര്യം? ദുഷ്ടാരൂപിക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ വലിയ കാര്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ അരിയോട് കൂട്ടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നീ വന്നതിൻ്റെ ഉദ്ദേശം നിൻ്റെ പള്ളിപ്പോക്ക് മുടക്കാൻ തന്നെ, നിൻ്റെ പള്ളിപ്പോക്ക് മുടക്കാൻ തന്നെ. പക്ഷെ നീ പള്ളി പോയി, അതാണ് അവൻ്റെ വിഷമം. നിൻ്റെ പള്ളിപ്പോക്ക് മുടക്കാനായിട്ട് വന്ന് അവൻ കുതന്ത്രങ്ങൾ ഒത്തിരിപ്പിച്ചെങ്കിലും നീ പള്ളിയിലേക്ക് ഇന്ന് പോയി. രണ്ടാമത് നീ ഇന്ന് ജപമാലയും ചൊല്ലി. അപ്പോൾ ചോദിച്ചു, തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു മാതാവ്. ജപമാല ചൊല്ലിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ പറയാണ് ഈശോയുടെ നാമം പറഞ്ഞ വിഷമമില്ല അവന്. പരിശുദ്ധ അമ്മയുടെ നാമം പറഞ്ഞപ്പോൾ അവനെ സഹിക്കാൻ പറ്റണില്ല. വെറും സ്ത്രീയോട് നീ പ്രാർത്ഥിച്ചിട്ട് നീ പ്രാർത്ഥിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ തലയ്ക്കിട്ട് ചിറ്റിയ കൊണ്ട് അടിക്കുന്ന അനുഭവമാണ്. അമോര അച്ഛനോട് പറഞ്ഞ പിശാച്ച്, അമാര അച്ഛനോട് റോമിലെ പിശാചിനെ ഒഴിപ്പിക്കുന്ന വലിയൊരു അച്ഛനാണ് അമോര അച്ഛൻ. അച്ഛൻ മരിച്ചു പോകുന്നതിന് മുൻപ് പരിശുദ്ധാന്റെ അനുഭവത്തോടു കൂടെ പിശാചിനോട് സംസാരിച്ചിട്ട് പിശാചിനോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറഞ്ഞു. ഭംഗിയായിട്ട് പിശാച്ച് ആ പറഞ്ഞ മറുപടി അച്ഛൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതാണ് ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചെല്ലുമ്പോൾ നീ എൻ്റെ ശിരസിൽ ചുറ്റിക വെച്ച് അടിക്കുകയാണ്. അതിന് പുറമെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ ജപമാല. നമ്മൾ കഴിഞ്ഞ ലുത്തിനി നമ്മൾ പാടില്ലേ, മിശിഹായുടെ അമ്മ അല്ലേ, പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ പുണ്യജനനി കന്യകളുടെ മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, പ്രസാദവരത്തിൻ്റെ മാതാവേ, അത്യന്തനിർമ്മലയായ മാതാവേ, നമ്മൾ ഇങ്ങനെ ഈ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും എനിക്കിട്ട് നീ ഓരോ കൊട്ടുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചെറിയ നമുക്ക് ഉള്ളിൽ നമ്മൾ വിചാരിക്കരുത് ഇത് വളരെ ചെറുത് മുടക്കിയാൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഓർത്ത് നോക്കണം, എത്ര വലിയ ശക്തിയാണ് ഈ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കുള്ളത്. ജോൺ പോൾ പാപ്പ പറയുന്നത്, ഈശോയുടെ മടിയിൽ, മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് മിശിഹായുടെ മുഖത്തെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും എളുപ്പമുള്ളതുമായ പ്രാർത്ഥന അത്രേ പരിശുദ്ധ ജപമാല. നമ്മുടെ വിവിധങ്ങൾ എത്ര ജപമാല നമുക്ക് ഈ മാസത്തിൽ ചെല്ലാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം എത്ര ജപമാല നമുക്ക് ചെല്ലാൻ പറ്റും? ഒരു 5 എണ്ണം ചെല്ലാൻ പറ്റുന്നവരൊന്ന് കൈബന്ധിച്ചേ. 5 എണ്ണം എന്ന് പറഞ്ഞാൽ സാധാരണ രഹസ്യം 5 രഹസ്യം നമ്മൾ ചെല്ലുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 5 പൂർണ്ണ ജപമാല ചൊല്ലാൻ പറ്റുന്നവരൊന്ന് കൈബന്ധിച്ചേ. നമുക്ക് വേണ്ടി നമ്മുടെ ഈ സഹ്യോൻ ടൗൺ മിനിസ്ട്രിക്ക് വേണ്ടി ഈ മാസം മുഴുവനും 5 ജപമാല വീതം വെച്ച് നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുക. ഈ മിനിസ്ട്രി കൂടുതൽ ശക്തിയോടുകൂടെ വ്യാപരിക്കുന്നതിന് വേണ്ടി, ഈ നമ്മുടെ ടൗൺ മിനിസ്ട്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി, അനേകരെ പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി, നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ഈശോയുടെയും അമ്മയുടെയും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായി തീരുന്നതിന് വേണ്ടി, ഇതൊക്കെയാണ് അച്ഛൻ്റെ നിയോഗങ്ങൾ. ഈ നിയോഗങ്ങളൊക്കെ എൻ്റെ നിയോഗങ്ങളല്ല, നമ്മുടെ നിയോഗങ്ങളാക്കിയിട്ട് സമർപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. 5 ജപമാല പൂർണ്ണമായ ഫുൾ ജപമാല വീതം ചൊല്ലി പരിശുദ്ധ മാതാവിനെ പ്രത്യേകമായിട്ട് ഈ ടൗൺ മിനിസ്ട്രിയിലെ വൈദികരെയും സമർപ്പിതരെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെയും നമ്മുടെ തുടങ്ങൽ അച്ഛൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.